മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം മഹായുതി സഖ്യം അധികാരത്തിലേക്ക് എത്തിയിരുന്നു. ആ മഹായുതി സഖ്യം 5-4 ഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരത്തിലേക്ക് വന്നത്. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് BJP ആണ്, ദേവേന്ദ്ര ഫഡ്നാവിസാണ്. അതിൽ തന്നെ BJPക്ക് ഏതാണ്ട് 90% സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ നിന്നിരുന്ന സീറ്റുകളിൽ 90% സീറ്റുകളിലും ജയിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു റിസൾട്ടാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഏതാണ്ട് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടക്കുള്ള 5 മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് അവിടെ 44 ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സിൻ്റെ വർധനവുണ്ടായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഓർഡർ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഓർഡർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇതാണ്. ആ ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നുണ്ടെങ്കിൽ MLA-മാരെയും MP-മാരെയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ചാടി എഴുന്നേൽക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ചാടി എഴുന്നേറ്റ് അവരെ റിസീവ് ചെയ്യണം, അതും വളരെ പൊളൈറ്റായി മര്യാദയോടുകൂടി അവരെ റിസീവ് ചെയ്യണം. അതിനുശേഷം അവർ പോകുമ്പോഴും എഴുന്നേൽക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. വളരെ കൃത്യമായി പറഞ്ഞാൽ കീ ഡയറക്റ്റീവ്സ് ഇൻ ദ റെസൊല്യൂഷൻ, അതായത് ആ ഓർഡറിലുള്ള ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്: ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് മസ്റ്റ് റൈസ് ഫ്രം ദെയർ സീറ്റ്, അതായത് സീറ്റുകളിൽ നിന്ന് അവർ എഴുന്നേൽക്കണം. വെൻ ആൻ MLA ഓർ MP എൻറ്റേഴ്സ് ഓർ എക്സിറ്റ് ഇൻ ദ റൂം, അതായത് MLA-യോ MP-യോ സ്വന്തം റൂമിലേക്ക് വരികയോ അവർ പുറത്തേക്ക് പോവുകയോ ചെയ്യുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും എഴുന്നേറ്റിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത വാചകം എന്ന് പറയുന്നത് ഫുൾ കേർട്സി മസ്റ്റ് ബി എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ വളരെ മര്യാദയോടുകൂടിയാണ് പെരുമാറാൻ. കൺസേൺസ് മസ്റ്റ് ബി ഹേർഡ് അറ്റൻറ്റീവ്ലി, അതായത് വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കണം. പിന്നെ അസിസ്റ്റൻസ് കൊടുക്കണം, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം, അതായത് നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് എന്നുള്ളത് പേരിന് വേണ്ടി തൽക്കാലത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ഈസ് കമ്പൽസറി, അതായത് വളരെ മര്യാദയോടുകൂടിയ ബഹുമാനത്തോടു കൂടിയ ലാംഗ്വേജ്, അതായത് ഭാഷ വളരെ നിർബന്ധമാണ്. എസ്പെഷ്യലി ഡ്യൂറിങ് ദ ടെലഫോൺ കോൺവെർസേഷൻസ്, നിങ്ങൾ ശ്രദ്ധിച്ച് അണ്ടർലൈൻ ചെയ്ത് കേൾക്കണം. ടെലഫോൺ കോൺവെർസേഷൻസ് ഇട്ട ഇതിൻ്റെ ഒരു 3-4 മാസം മുമ്പുള്ള ചെറിയൊരു സംഭവത്തിലേക്ക് കൂടി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനുണ്ട്. ഇനി അടുത്തത്, ഇതിൽ തന്നെ ഓർഡറിൽ പറയുന്ന ഒരു കാര്യം: ഡിസ്ട്രിക്ട് ആൻഡ് റീജിയണൽ ഹെഡ്സ് മസ്റ്റ് സെറ്റ് അസൈഡ് ഫിക്സഡ് 2 hour സ്ലോട്ട്സ് ഓൺ ദ ഫസ്റ്റ് ആൻഡ് ദ തേർഡ് തേഴ്സ്ഡേ, അതായത് എല്ലാ മാസത്തിലെയും ആദ്യത്തെയും അതുപോലെ മൂന്നാമത്തെയും തേഴ്സ്ഡേകൾ എല്ലാ മാസത്തിലെയും MLA-സും MP-സും അതുപോലെ സിറ്റിസൺസും കൂടി പേരിന് എഴുതി വെച്ചിട്ടുണ്ട്. സിറ്റിസൺസുമായിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം ഫോർ അർജൻറ്റ് മാറ്റേഴ്സ്. പക്ഷെ അങ്ങനെ മാറ്റിവെക്കാത്ത സമയങ്ങളിലും ഏതെങ്കിലും തിരക്ക് പിടിച്ച അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾക്ക് വേണ്ടി ലെജിസ്ലേറ്റേഴ്സിന്, അതായത് ഈ MLA-മാർക്കും MP-മാർക്കൊക്കെ ഏത് സമയത്തും ഓഫീസിലേക്ക് കടന്നു വരാം, ഓഫീസ് അവേഴ്സിൽ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ലോക്കൽ MPs ആൻഡ് MLAs മസ്റ്റ് ബി ഇൻവൈറ്റഡ് ടു ഓൾ ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് പ്രോഗ്രാംസ്, അതായത് ലോക്കലായിട്ടുള്ള MP-യും MLA-യും എല്ലാം തന്നെ അവിടുത്തെയുള്ള ഗവൺമെൻറ് പ്രോഗ്രാമുകൾക്കെല്ലാം തന്നെ ഇൻവൈറ്റ് ചെയ്യണം. വെറുതെ ഇൻവൈറ്റ് ചെയ്താൽ പോരാ, അവർക്കെല്ലാം തന്നെ നെയിം പ്ലേറ്റുകൾ ഉണ്ടാവണം. അതുപോലെ സീറ്റിംഗ് സ്ട്രിക്ട്ലി ആസ് പെർ ദ വാറണ്ട് ഓഫ് ദ പ്രസിഡൻസ്, അതായത് അവിടെയുള്ള സൗകര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം: എ സെപ്പറേറ്റ് ഫിസിക്കൽ ഓർ ഡിജിറ്റൽ രജിസ്റ്റർ മസ്റ്റ് ബി മെയിൻറ്റെയിൻ ഫോർ ഓൾ ലെറ്റേഴ്സ് റിസീവ്ഡ് ഫ്രോം ലെജിസ്ലേറ്റേഴ്സ്, അതായത് MP-മാരോ MLA-മാരോ ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വരുന്ന ലെറ്ററുകൾക്ക് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടോ ഒരു രജിസ്റ്റർ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. എല്ലാ ലെറ്ററുകൾക്കും തന്നെ 60 ദിവസത്തിനകം മറുപടി കൊടുക്കണം. അത് ഡിലേ ആണെങ്കിൽ ഒരു ഇൻ്ററിം റിപ്ലൈ കൊടുക്കണം. ഇനി 60 ദിവസത്തിനകം റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഡിലേ വന്നാൽ അത് ഇൻ്ററിം റിപ്ലൈ കൊടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു പബ്ലിക് വെൽഫെയർ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് ഇൻഫർമേഷൻസ് എന്തെങ്കിലും പബ്ലിക് വെൽഫെയറുമായി ബന്ധപ്പെട്ട നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൊടുക്കണം. അതായത് RTA ആക്റ്റിൽ ബാർഡ് അല്ലാത്ത, അതായത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും MP-മാർക്കും MLA-മാർക്കും കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം കൂടിയുള്ളത്: ഗവൺമെൻറ് ഹാസ് വാണ്ട് ദാറ്റ് എനി ഡിലേ, നെഗ്ലിജൻസ് ഓർ ഫെയിലിയർ ടു ഫോളോ ദ ന്യൂ പ്രോട്ടോകോൾ will invite action under the Maharashtra Civil Service Rules and the 2005 law meant to prevent delays in government work. ഇത് ഗവൺമെൻറ് വർക്കിൻ്റെ ഡിലേ കുറക്കാനാണെന്നാണ് ലാസ്റ്റ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ MLA-മാരോടും MP-മാരോടും ഒക്കെ പെരുമാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ നടപടികൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത് മഹാരാഷ്ട്രയിലെ നിയമപ്രകാരം. പിന്നെ അടുത്തത് കൂടി പറഞ്ഞിട്ടുണ്ട്:
all public representatives, including union and state ministers, guardian ministers, MPs, MLAs, mayors, ജില്ലാ പരിഷത്ത് ചെയർപേഴ്സൺസ്, മുനിസിപ്പൽ കൗൺസിൽ ഹെഡ്സ്, അതുപോലെ തന്നെ സർപഞ്ചസ് മസ്റ്റ് ബി ഇൻവൈറ്റഡ് ടു ദ ഗവൺമെൻറ് ഫൗണ്ടേഷൻ സ്റ്റോൺ, അതായത് തറക്കല്ലിടുന്ന പരിപാടികൾക്കെല്ലാം അവരെ എല്ലാവരെയും വിളിക്കണമെന്നും their names must be printed correctly in the program material. പ്രോഗ്രാമിൻ്റെ മെറ്റീരിയൽ കൃത്യമായിട്ട് അവരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടാവണം. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഷുഡ് ഫോളോ ഒഫീഷ്യൽ പ്രോട്ടോകോൾ അനുസരിച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവണം. ദ റെസിഡൻറ്റ് ഡെപ്യൂട്ടി കളക്ടർ ഹാസ് ബീൻ ഗിവൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എൻഷുറിങ് ദാറ്റ് ദീസ് റൂൾസ് ആർ ഫോളോഡ്. അതായത് റെസിഡൻ്റ് ആയിട്ടുള്ള ഡെപ്യൂട്ടി കളക്ടർ ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഉറപ്പ് വരുത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ലാംഗ്വേജ് ഈസ് കമ്പൽസറി എസ്പെഷ്യലി ഡ്യൂറിങ് ദ ടെലിഫോൺ കോൺവെർസേഷൻ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്ന ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ആ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി CM ആയിട്ടുള്ള അജിത് പവാർ. ആ അജിത് പവാർ അഞ്ജന എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള ഒരു IPS കാരിയോട്, അതായത് അഞ്ജന കൃഷ്ണ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള ഒരു IPS കാരി മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊരു ഇല്ലീഗൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് നിർത്തുന്നതിന് വേണ്ടി വന്നപ്പോൾ ആ ലോക്കലായിട്ടുള്ള ഒരു ഗുണ്ടയും ഈ പറയുന്ന പോലെ ഖനനം നടത്തുന്ന ഒരാളും യഥാർത്ഥത്തിൽ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാറിനെ നേരിട്ട് വിളിച്ചങ്ങോട്ട് ഫോൺ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നേരിട്ട് വിളിച്ച് ഫോൺ കൊടുത്തപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മന്ത്രി നേരിട്ട് വിളിച്ച് ഫോൺ കൊടുക്കാനുള്ള ബന്ധം ഇവർക്ക് ഉണ്ടാകുമോ എന്ന് സംശയിച്ചിട്ടുള്ള അഞ്ജന, നിങ്ങൾ തന്നെയാണ്, എനിക്ക് എന്താണ് ഉറപ്പെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പർ സേവ് ചെയ്യൂ, എന്നിട്ട് എന്നെ വിളിക്കൂ, എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഇൻസിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് വളരെ പണിപ്പെട്ട് ആലോചിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. 5-4 ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ്, അതിലെ ഒഫീഷ്യൽ സെക്രട്ടറിമാരും അതുപോലെ ചീഫ് സെക്രട്ടറിമാരും ഒക്കെ ഇറക്കുന്ന ഉത്തരവുകൾ, ജനത്തിന് എന്തെങ്കിലും ഗുണകരമാകുന്ന ഉത്തരവുകൾ ഇറക്കേണ്ടതിന് പകരം ഇതുപോലെ അസംബന്ധ ജടിലമായിട്ടുള്ള യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ മുട്ടിലഴയുന്ന ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയക്കാരുടെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കാൽക്കയിൽ വീണ് കിടക്കുന്ന പരുവത്തിലേക്ക് ആക്കാൻ വേണ്ടി, അതായത് ഏതെങ്കിലും നട്ടല് ബാക്കിയുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവനെ കൂടി തകർക്കാൻ വേണ്ടിയിട്ട്, അവനൊക്കെ ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി, ഇനിയും ഒരു അഞ്ജന കൃഷ്ണമാരൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മഹാരാഷ്ട്രയിലെ ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ ബിസിനസ് ക്യാപിറ്റൽ എന്ന് പറയാവുന്ന ബോംബെ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രിമാർ പെരുമാറുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അവിടെ മുംബൈയിലെ ഒരു പോലീസ് കമ്മീഷണർ തന്നെ വലിയ തോതിൽ കള്ളക്കടത്തും അതുപോലെ ശൃംഖലക്കൊക്കെ എന്ത് ചെയ്യുന്നു, നേതൃത്വം കൊടുക്കുന്നുവെന്നും ഈവൻ മുകേഷ് അംബാനിയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ അവിടെ നിന്ന് പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ടെന്നും അറസ്റ്റിലായപ്പെട്ടിട്ടുണ്ടെന്നും നിങ്ങൾ മറക്കരുത്. ഇനി ഇതെല്ലാറ്റിനും ഉപരി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പഞ്ചായത്ത് അതുപോലെ ജില്ലാ പരിഷത്ത് അതുപോലെ കോർപ്പറേഷനിലേക്കൊക്കെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ നമ്മുടെ ഡെപ്യൂട്ടി CM ആയിട്ടുള്ള അജിത് പവാർ, അതായത് ഏതാണ്ട് 30,000 കോടി രൂപയുടെയൊക്കെ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്ന് പേര് കേട്ട, അങ്ങനെ ആരോപണം BJP തന്നെ ഉന്നയിച്ച, പക്ഷെ പിന്നീട് BJPയോടൊപ്പം സഖ്യകക്ഷിയായി ജോയിൻ ചെയ്തപ്പോൾ അതെല്ലാം മറന്നു കളഞ്ഞിട്ടുള്ള അതേ അജിത് പവാർ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രസ്താവന കൂടി ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവന എന്ന് പറയുന്നത് വോട്ട് നിങ്ങളുടെ കയ്യിലാണ് പക്ഷെ ഫണ്ട് എൻ്റെ കയ്യിലാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞേക്കണത്, ഇവിടെ ഇപ്പോൾ ഉള്ള 18 സ്ഥാനാർത്ഥികളുണ്ട്, ആ 18 സ്ഥാനാർത്ഥികളെയും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് തന്നാൽ നിങ്ങൾക്ക് അതുപോലെ ഫണ്ട് കിട്ടും, ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല, കാരണം വോട്ട് നിങ്ങളുടെ കയ്യിലാണെന്നുള്ളത് ശരിയാണ് പക്ഷെ ഫണ്ട് എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ജനങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ സിനിമകളിലൊക്കെ കാണുന്ന മന്ത്രിമാരായിട്ടുള്ള വില്ലന്മാരെയൊക്കെ കാണുന്നതിൻ്റെ രംഗം ഇതാണ്. ഇതൊന്നും പോരാതെ, അതായത് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ഇവർ താഴെ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഗുണ്ടാ സംഘങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും കൂടാതെ യഥാർത്ഥത്തിൽ ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട്, നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് ഉത്തരവ് തന്നെ അടിച്ചിറക്കിയിരിക്കുന്നു. നിങ്ങൾ ഒരു കാരണവശാലും പൊളൈറ്റായിട്ടല്ലാതെ മര്യാദയോടുകൂടി അല്ലാതെ സംസാരിക്കരുതെന്നും നേരെ MLAയോ MP ഒക്കെ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർ പോകുമ്പോഴും എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഈ കളക്ടറും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ ആരോട് തീർക്കും എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടിയുള്ളത്. അവിടെ വരുന്ന സാധാരണക്കാരനോട് അവരിതുപോലെ ഇരിക്കുമ്പോൾ എഴുന്നേക്കണം, ചിലപ്പോൾ നിലത്തിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കാലം വിദൂരമല്ല. ഇത്രമാത്രം ഇന്ത്യയെ അധപ്പതിച്ചൊപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയും BJPയും ഒക്കെ ഇന്ത്യയെ ഔന്നത്യത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സ്റ്റേറ്റിലാണ് ഇത്രമാത്രം ഒരു ഡ്രാക്കോണിയൻ ലോ, വളരെ അസംബന്ധമായിട്ടുള്ള ഒരു ലോ, അതും എക്സ്ട്രാ ടൈം വർക്ക് ചെയ്ത് തലമുകഞ്ഞ് ആലോചിച്ച് ഒരു ഉത്തരവ് ഇറക്കിയേക്കുന്നത് ഈ സമയം കൂടി
നമ്മുടെ കാശ് മേടിക്കുന്ന പബ്ലിക് സർവൻസ്, അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്യാമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാറുള്ളൂ.